ഹലോ നമസ്കാരം, എല്ലാവർക്കും dcooks&bakes സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ ബർഗറാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതിൽ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും മുട്ടയും അല്ലെങ്കിൽ മയോണീസും എല്ലാം ചേർത്തിട്ടാണല്ലോ ഇത് മിക്സ് ചെയ്യുന്നത്. ഞാനിതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 കിലോ ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ചോപ്പറിലോ ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പേസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 6-7 പീസ് ബ്രെഡ്, ഫ്രഷ് ബ്രെഡാണ്, വൈറ്റ് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് ഇതുപോലെ ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ മിക്സ് ചെയ്യാനും ഇത് പാറ്റി ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കോട്ട് ചെയ്യാനും കൂടി ആവശ്യത്തിനാണ് ഇത്ര അധികം വേണ്ടത്. പൊടിച്ച് വരുമ്പോൾ ഇത് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. അത് നമുക്കെടുത്ത് വയ്ക്കാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഈ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നതുകൊണ്ട് ഇത് കുക്കായി വരുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടിരിക്കും, ഒട്ടും ഡ്രൈ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ വറക്കുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കില്ലേ, ഇത് അതുപോലെയല്ല, നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഇപ്പോൾ ഇത് നല്ല സ്റ്റിക്കി ആയിരിക്കും. ഇതിൽ നമുക്കിനി ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് ഇട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പാകം ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്കിനി കൈകൊണ്ട് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി കൈകൊണ്ട് കുഴച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഞാനിവിടെ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഏകദേശം 1 കപ്പോളം ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മിക്സ് ഈക്വലായിട്ട് സെപ്പറേറ്റ് ആക്കി വയ്ക്കുക. ഏകദേശം ഇതുകൊണ്ട് ഒരു 5 വലിയ പാറ്റീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി ചിക്കൻ ബർഗറിൻ്റെ പാറ്റീസ് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിലും നമ്മൾ കയ്യിലും കുറച്ച് ഓയിൽ വരട്ടിയതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിൽ വെച്ച് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് നമുക്ക് വറക്കാം. ഞാനിവിടെ ഇത് മുക്കി വറക്കാനായിട്ട് എഗ്ഗ് ചേർക്കുന്നില്ല. അതുപോലെ ഈ മിക്സിലും എഗ്ഗ് ചേർത്തിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് വരും. ഈ ബർഗർ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇത് നമുക്ക് മാക്ഡൊണാൾഡ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് വരും. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അതിന് വേറൊരു മണമാണ്.
അപ്പോൾ നമുക്ക് വറുക്കാനായിട്ട് എണ്ണ ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമുക്ക് പാറ്റി ഇട്ട് കൊടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കരിഞ്ഞും പോവും, ഉള്ളു കുക്കാവുകയില്ല. നമുക്ക് ഓരോ സൈഡും ഒരു 2 മുതൽ 3 മിനിറ്റ് വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ബാക്കിയുള്ള പാറ്റീസ് എല്ലാം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാറ്റീസ് എല്ലാം നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ ബർഗർ അസംബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ സോസ് പ്രിപ്പയർ ചെയ്യാണ്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ നോറിൻ്റെ ഗാർലിക് മയോ ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിപെരി സോസ് എടുത്തിട്ടുണ്ട്, നാൻഡൂസിൻ്റെയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മസ്റ്റർഡ് സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ് ഒരു 2-3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസുകളൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ഏത് വേണേലും ചെയ്യാം. വെറും മയോനൈസ് മാത്രം വയ്ക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ ഇങ്ങനെ അസംബിൾ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ 2 ബൺസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നമ്മുടെ ഈ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സോസ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആദ്യം ലെറ്റ്യൂസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബർഗർ പാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെയായിട്ട് നമുക്കൊരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കാം. ഇനി 2 ടൊമാറ്റോ സ്ലൈസ് ആക്കിയതും കുറച്ച് ഓനിയൻ റിങ്സും വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ബണ്ണിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം കൂടി വെച്ച് കൊടുക്കാം. ഇതിൽ ഫില്ലിംഗ് എല്ലാം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുക്കുംബറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട്
വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്ന നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ബർഗറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.